നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിന് വൻ ഡിമാൻഡ്. റബ്ബർ വിലയിൽ ഉണർവ്. വില കുതിച്ചു കയറുന്നു. ഷീറ്റ് ക്ഷാമം രൂക്ഷം. ഏഷ്യൻ റബ്ബർ വിപണികളിൽ നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും തമ്മിൽ വടംവലി. 421 എന്നിലെ വൻ മതിൽ തകർക്കാനായി ഒസാക്കയിൽ കടുത്ത മത്സരം. യൂറോപ്യൻ യൂണിയൻ ചൈനീസ് ടയറിന് ഏർപ്പെടുത്തിയ അധിക നികുതി റബ്ബറിന് തിരിച്ചടിയാകുമോ? ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വെളിച്ചെണ്ണ വിലയിൽ ഉണർവ്. ഓണ വിൽപ്പന മുന്നിൽ കണ്ട് വ്യവസായികൾ ചരടുവലി തുടങ്ങി. വാങ്ങലുകാർ നിരക്ക് ഇടിച്ചതോടെ നാടൻ കുരുമുളക് ലഭ്യത കുറഞ്ഞു. ഇഞ്ചിയുടെ വിലക്കയറ്റം ചുക്കിന് വൻ വിലയ്ക്ക് അവസരമൊരുക്കും. റബ്ബറിൽ സെല്ലിംഗ് മോഡ്. ഏഷ്യയിലെ മുൻനിര റബ്ബർ അവധി വ്യാപാര കേന്ദ്രമായ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഉൽപ്പന്ന വില സ്റ്റഡി. സാങ്കേതികമായി റബ്ബർ സെല്ലിംഗ് മൂഡിലേക്ക് തിരിഞ്ഞതിനാൽ ഫണ്ടുകളും ഊഹക്കച്ചവടക്കാരും കരുതലോടെയാണ് ഓരോ കരുക്കളും നീക്കുന്നത്. വിപണിക്ക് 400 എന്നിലെ നിർണായക താങ്ങ് നിലനിൽക്കുവോളം ഉൽപ്പാദക രാജ്യങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. തായ്ലൻഡിലെ കാലാവസ്ഥ മാറ്റങ്ങളും വിനിമയ വിപണിയിലെ യെൻ ദുർബലമായതും ഊഹക്കച്ചവടക്കാരെ സമ്മർദ്ദത്തിലാക്കി. ഒരു വിഭാഗം വിൽപ്പനക്കാർ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ വാങ്ങൽ വിറ്റുമാറാനും അണിയറ നീക്കം നടത്തി. റബ്ബർ കിലോ 413 എന്നിൽ നിന്നും 421 എന്നിലേക്ക് ഉയർന്ന ശേഷം 417 മുതൽ 419 റേഞ്ചിലാണ്. വിപണിയുടെ 50 ദിവസങ്ങളിലെ ശരാശരി കണക്കെടുത്താൽ 422 പ്രതിരോധം തകർത്താൽ 433 മുതൽ 438 എൻ വരെ മുന്നേറാം. വിൽപ്പന സമ്മർദ്ദമുണ്ടായാൽ 400-ൽ നിന്നും 396-ലേക്ക് ആദ്യ പരീക്ഷണത്തിന് ഇടയുണ്ട്. യൂറോപ്യൻ യൂണിയൻ ചൈനീസ് ടയറിന് അധിക നികുതി പ്രഖ്യാപിച്ചത് ടയർ വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് കുറയ്ക്കാം. തിരിച്ചടിയായി ആൻറ്റി ഡംപിംഗ് തീരുവ. ചൈനയിൽ നിന്നുള്ള കാർ, ട്രക്ക് ടയറുകൾക്ക് 4 മുതൽ 45% വരെയും ആൻറ്റി ഡംപിംഗ് തീരുവ ഏർപ്പെടുത്തിയത് യൂറോപ്യൻ യൂണിയൻ തീരുമാനം റബ്ബർ വിപണിയെ ബാധിക്കും. ഇതിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷ നേടാൻ ബെയ്ജിങ്ങിലെ ടയർ വ്യവസായികൾക്ക് അല്പസമയം വേണ്ടിവരും. ഇന്ത്യയിൽ ഷീറ്റ് ക്ഷാമം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസൺ ശക്തമാക്കുന്നു. ബാങ്കോക്കിൽ കിലോ 271 രൂപയിൽ നിന്നും വാരാന്ത്യം 287 രൂപയായി. എന്നാൽ തൊട്ടു മുൻ വാരത്തിലെ 288 രൂപ മറികടക്കാനായില്ല. ഇന്ത്യൻ ടയർ വ്യവസായികൾ റബ്ബറിനെ തളർത്താൻ ശ്രമിച്ചെങ്കിലും വിപണിയിലെ കടുത്ത ഷീറ്റ് ക്ഷാമം ടയർ ലോബിക്ക് തിരിച്ചടിയായി. RSS 4 ഗ്രേഡ് കിലോ 270 രൂപയിൽ നിന്നും വാരാന്ത്യം 280 രൂപയിലേക്ക് വരെയും വാങ്ങലുകാർ ഉയർത്തി. 5 ഗ്രേഡ് 266 രൂപയിൽ നിന്നും 276 രൂപയായി. ഒട്ടുപാലിന് 7 രൂപ കയറി 180 രൂപയിലും ലാറ്റക്സ് 165 രൂപയിൽ നിന്നും 172 രൂപയുമായി. മഴ വകവയ്ക്കാതെ ചെറുകിട കർഷകർ പുലർച്ചെ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചെങ്കിലും വലിയ പങ്ക് കർഷകരും ഷീറ്റിന് താൽപ്പര്യം കാണിക്കാതെ ലാറ്റക്സ് വിൽപ്പന നടത്തി. ഷീറ്റാക്കി മാറ്റാനുള്ള കാലതാമസത്തിനിടയിൽ വിലയിൽ കുറവ് സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് പലരും. അവരെ കുറ്റം പറയാനാവില്ല. അനുഭവമല്ലേ ഗുരു. പ്രതാപം തിരിച്ചുപിടിക്കാൻ വെളിച്ചെണ്ണ. ഒരു മാസത്തെ നിർജ്ജീവാവസ്ഥയ്ക്ക് ശേഷം വെളിച്ചെണ്ണ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 22,200 രൂപയിൽ നിന്നും 22,500 രൂപയായി. കൊപ്രയ്ക്ക് 600 രൂപ വർദ്ധിച്ച് ശനിയാഴ്ച 13,700 രൂപയിലെത്തി. തമിഴ്നാട് ലോബി ഓണം അടുക്കുന്നത് മുന്നിൽ കണ്ട് ചരടുവലികൾ ആരംഭിച്ചു. വാരത്തിൻ്റെ തുടക്കത്തിൽ എണ്ണ 19,850 രൂപയിലായിരുന്നെങ്കിലും പിന്നീട് നിരക്ക് 21,175 രൂപ വരെയും ഉയർത്തി. എന്നാൽ അമിത വിലക്കയറ്റത്തിനിടയിൽ കേരളത്തിൽ നിന്നും എണ്ണയ്ക്ക് ആവശ്യക്കാരില്ലെന്ന് വ്യക്തമായതോടെ അവർ നിരക്ക് 20,850 താഴ്ത്തി. കർക്കടകത്തിൽ വിപണിയെ 23,000-ന് മുകളിലെത്തിക്കാനായാൽ ചിങ്ങത്തിൽ 25,000 കടത്തി വിടാനാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. വിപണിയെ അമ്മാനമാടുന്നവർ മറന്ന മറ്റൊരു കാര്യമുണ്ട്. വിപണിയിൽ പാചക എണ്ണ പലതുണ്ട്. ഉപഭോക്താക്കൾ വില കുറഞ്ഞ വിദേശ ചരക്കിലേക്ക് തിരിഞ്ഞാൽ നിലവിലുള്ള സ്വാധീനം പോലും വെളിച്ചെണ്ണയ്ക്ക് നഷ്ടപ്പെടുമെന്നതാണ് സത്യം. അത് ഫലത്തിൽ നാളികേര കർഷകർക്കാവും തിരിച്ചടിയാവുന്നത്. കാങ്കയത്തെ കൊപ്രയാട്ട് വ്യവസായികൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം നൽകുന്നത്. അവിടെ കൊപ്ര വില 13,800 രൂപ. എണ്ണ വില ഉയർത്തുമ്പോൾ പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും മെച്ചപ്പെട്ട വില നൽകാൻ വ്യവസായികൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. നിരക്കുയരാതെ കുരുമുളക്. ഉത്തരേന്ത്യൻ വ്യവസായികൾ കുരുമുളകിനായുള്ള ഓട്ടം തുടരുന്നു. വിദേശ ചരക്ക് ലഭ്യമെങ്കിലും മലബാർ മുളക് ശേഖരിക്കുക ക്ലേശകരമാണ്. ഹൈറേഞ്ചിലെയും മറ്റ് ഭാഗങ്ങളിലെയും സ്റ്റോക്കിസ്റ്റുകളും തോട്ടങ്ങളും ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കിയെങ്കിലും നിരക്കുയർത്താൻ അവർ തയ്യാറായില്ല. അൺഗാർബിൾഡ് കുരുമുളക് 69,600 രൂപയിലും ഗാർബിൾഡ് 72,600 രൂപയിലുമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളക് വില ടണ്ണിന്
$7,650, ഇന്തോനേഷ്യ $6,700, ബ്രസീൽ $5,900, വിയറ്റ്നാം $6,200 കൊട്ടേഷൻ ഇറക്കി. ഇഞ്ചിക്ക് വിലക്കയറ്റം, ക്ഷാമം. ചുക്ക് കുതിച്ചു കയറിയ ശേഷം അല്പം കിതച്ചു. കാർഷിക മേഖലയിൽ പച്ച ഇഞ്ചി വില കിലോയ്ക്ക് 260 രൂപയിലേക്ക് കയറിയത് വിപണിയെ പെടുന്നനെ പിടിച്ചുലച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം പല ഭാഗങ്ങളിലും ഇഞ്ചി കൃഷിക്ക് നേരിട്ട തിരിച്ചടി ചരക്ക് ക്ഷാമം ഉളവാക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ചുക്കുവില വീണ്ടും ഉയരാൻ സാധ്യത. എന്നാൽ പരമാവധി വില കുറച്ച് ലഭ്യമായ ചുക്ക് കൈക്കലാക്കാൻ കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന വ്യാപാരികളും ശ്രമിക്കുന്നുണ്ട്. ഇഞ്ചി ക്ഷാമം കണക്കിലെടുത്താൽ ശൈത്യകാലത്ത് ചുക്കുവില കത്തിക്കയറുമെന്ന് കയറ്റുമതി ലോബി കണക്കുകൂട്ടുന്നു. ലഭ്യമായ ഉൽപ്പന്നം അത്രയും ശേഖരിച്ച ശേഷം വില ഉയർത്താമെന്ന മോഹത്തിലാണവർ. കൊച്ചിയിൽ മീഡിയം ചുക്ക് 31,000 രൂപയിലും ബെസ്റ്റ് ചുക്ക് 32,500 രൂപയിലുമാണ്. അറബ് രാജ്യങ്ങളിൽ നിന്നും അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ മറ്റുടനെ എത്താം. എല്ലാവർക്കും നന്ദി.